ഭൂതമാക്കുന്നിന്റെ മേൽമൂടിപ്പാറയെ കൈതപ്പു പോലെ പറിച്ചു നീക്കി. ഈ വരികള് ഭൂതപ്പാട്ടിലെ വരികളാണെന്ന് അറിയാലോ. ഹരിമാഷ ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നിട്ട്. മാഷ് പെട്ടെന്ന് വരും, അപ്പോഴത്തേക്ക് ഇത്ര നേരം എടുത്തത് വായിച്ചോ കേട്ടാ. മാഷെ 3ാം ക്ലാസ്സിലെ ഷിഫാനന്റെ വീട്ടില് പാമ്പ് കഴിഞ്ഞിട്ടുണ്ട്. മാഷ വീട്ടിൽ പിടിച്ചിട്ട് മാഷ എനിക്ക് ഭൂതപ്പാട്ട് ഇന്ന് തീർക്കേണ്ടതാണ്. തൽക്കാലം ശരത്ത് മാഷോടൊറ്റം പറ ഒന്ന് പോവാൻ. ആ നിവേദിന്റെ വീടിന്റെ അകത്ത് മൂർക്കം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശരത്ത് മാഷിന്റെ പിടിക്കാൻ പോയിട്ട്, അതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല. മാഷ് പോയേ പറ്റും. വെറുതെ എങ്ങനെയെല്ലാം കോഴ്സ് തന്നിനി. മക്കളെ മാഷ് പോയിട്ട് വരുന്നത്, വന്നിട്ടുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഭൂതപ്പാട്ട് വേറെ ആരെങ്കിലും എടുത്ത് തീർത്ത് തരും കേട്ടാ. മാഷ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതെന്നാ മാഷ കോലോ? നിങ്ങൾ വന്നാ നന്നായി. ഒരു കാര്യം നിങ്ങൾ ആ ഷിഫാനന്റെ വീട്ടിൽ മൂർക്കം കഴിച്ചിട്ട് അതിനെയും കൂടി ഒന്ന് പിടിച്ചിട്ട് വാ. എന്റെ പട്ടിയോ, നിവേദിന്റെ വീട്ടിൽ മാളത്തിൽ കയറിയ പാമ്പിനെ 6 മീറ്റർ കുഴിച്ച് അതിനെ പിടിച്ച് കണ്ണവൻ കാട്ടിലാക്കിയിട്ടാ ഞാൻ വരുന്നത്. ഇനി എന്നെ കൊണ്ടൊന്നും ആവില്ല. മാഷ എന്നാ 4ാം ക്ലാസ്സിൽ ഒന്ന് ക്ലാസ് എടുത്തോ. ക്ലാസ് എടുക്കാൻ അച്ഛനോട് ഫോറസ്റ്റ് നാളെ കൊണ്ടുവരാൻ പറ. രണ്ടും കൂടി മാഷന്മാർക്കാവില്ല. ഞാനിപ്പഴേ രാജിവെക്കുന്നു. പിന്നീന്നൊരടിയത്